Mostly, I'm not ready to leave, but I have a plane ticket, so. അമ്മേ, ഒരു കാര്യം അറിയാം, ഇതൊന്നും ഒരു ഹിയറിംഗ് എയ്ഡ് കമ്പനീസ് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. നമ്മളിപ്പോൾ ഒരു ഹിയറിംഗ് എയ്ഡ് മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ അപ്പൂപ്പനോ അമ്മയ്ക്കോ അച്ഛനോ വേണ്ടിയിട്ട് നമ്മളൊരു ഹിയറിംഗ് എയ്ഡ് അവരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ തന്നെ ഒരു ബേസിക് റിസർച്ച് നടത്തും. യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ നമ്മൾ ഓരോ ഹിയറിംഗ് എയ്ഡ് ബ്രാൻഡിനെ പറ്റിയിട്ട് അവരുടെ ഫീച്ചേഴ്സ്, അവരുടെ പരസ്യങ്ങൾ അല്ലെ. ഇവിടെയാണ് മോസ്റ്റ് ഓഫ് ദി ആളുകളും തെറ്റ് കാണിക്കുന്നത്. നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന, നമ്മളെ പിടിച്ചിരുത്തുന്ന ഓരോ വാചകങ്ങളും ഫീച്ചേഴ്സ്, ടെക്നോളജി, ആ ഒരു രീതിയിലായിരിക്കും ആ ഒരു പരസ്യം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇൻ റിയാലിറ്റി അവർ ഈ കാണിക്കുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്, അതൊന്നും ഇല്ല എന്നല്ല, സത്യമാണ്. പക്ഷെ ഇതെല്ലാം അവർ വച്ചിരിക്കുന്നത് അവരുടെ ആ ഒരു ബ്രാൻഡിന്റെ ഏറ്റവും ടോപ്പ് മോഡൽസ് ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡുകളായിരിക്കും. വിച്ച് വിൽ കോസ്റ്റ് അറൌണ്ട് 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം, 6 ലക്ഷം, 7 ലക്ഷം രൂപയുടെയൊക്കെ ഹിയറിംഗ് എയ്ഡുകളുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ അത്രയും സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ അത്രയും സ്പെൻഡ് ചെയ്യാൻ ഇല്ലാത്ത ആളുകളായിരിക്കും കൂടുതൽ. അപ്പോൾ നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷൻ വച്ചിട്ട് ഒരു ഹിയറിംഗ് എയ്ഡ് മേടിക്കാൻ നിൽക്കരുത്, കംപ്ലീറ്റ് നിരാശയായിരിക്കും. അറിയാലോ, ഹിയറിംഗ് എയ്ഡ് നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ ശബ്ദങ്ങളെയും വലുതാക്കി തരും. അപ്പോൾ ഒരു ഹിയറിംഗ് എയ്ഡിനും നോയിസ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒച്ചകളെ കംപ്ലീറ്റ് ആയിട്ട് സീറോ ആക്കുക എന്നുള്ളൊരു കഴിവില്ല. വിച്ച് മീൻസ് ഒരു നോയിസി ഏരിയയിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹിയറിംഗ് എയ്ഡ് മേടിച്ച് വച്ചാലും സ്റ്റിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ അല്ലെങ്കിൽ കേരളത്തിലെ കണ്ടീഷൻ, ഈ ഹിയറിംഗ് എയ്ഡ് ബ്രാൻഡുകൾ അവരുടെ ഒറിജിൻസ് എല്ലാം വെളി രാജ്യങ്ങളാണ്. അവിടുത്തെ കണ്ടീഷൻ ഇത് പക്കയായിരിക്കും. അപ്പം ആ ഒരു ടെക്നോളജി വെച്ച് നമ്മൾ ആ ഒരു ഹിയറിംഗ് നമ്മളൊരു ഇന്ത്യൻ സിനാരിയോയിൽ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അല്ല, ചുറ്റുപാടും എന്തോരം ഇപ്പം ഞാൻ ഇരിക്കുമ്പോൾ തന്നെ വെളിയിൽ ആ ട്രാഫിക്കിൻ്റെ നോയ്സ് ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പം നോയിസ് പൊല്യൂഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പം അവരാ കാണിക്കുന്ന അത്രയും ഒരു നോയിസ് റെഡ്യൂസിങ് ടെക്നോളജിയും കാര്യങ്ങളും അത് വർക്കൗട്ട് ആകും. പക്ഷേ നിങ്ങൾ പരസ്യത്തിൽ കാണുന്ന ആ ഒരു അത്രയും എഫക്റ്റീവായിട്ട് ഇൻ റിയൽ ലൈഫിൽ അത് വർക്കൗട്ട് ആകണം എന്നുള്ളതില്ല. സോ നിങ്ങളൊരു ഹിയറിംഗ് എയ്ഡ് മേടിക്കുന്നതിന് മുൻപ് നിങ്ങൾ മനസ്സിൽ അടിവരെ ഇട്ട് വയ്ക്കേണ്ട ഒരു കാര്യം, ഒരു ഹിയറിംഗ് എയ്ഡ് ബ്രാൻഡുകൾക്കും എൻ്റെ നഷ്ടപ്പെട്ടു പോയ കേൾവിനെ വീണ്ടും തിരിച്ചു ബാക്ക് ടു നോർമൽ ആക്കി കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഓൾവേസ് ഡിസ്കസ് ദ റിയാലിറ്റി വിത്ത് യുവർ ഓഡിയോളജിസ്റ്റ്. ഓക്കെ, സ്റ്റേ ഹെൽത്തി.